ഹലോ ഫ്രണ്ട്, ഫ്ലിപ്സോൺ എന്ന നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റ് ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്ലിപ്സോൺ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അഡ്രസ്സിലേക്ക് എന്തെങ്കിലും ഒരു ലെറ്ററോ മണി ഓർഡറോ വരികയാണ്. നമ്മളവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ്മാൻ ഇതുപോലെയുള്ള ഒരു ലെറ്റർ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഒട്ടിച്ച് വെച്ചിട്ടോ വീട്ടിൻ്റെ വാതിൽ വെച്ച് പോകും. എന്നിട്ട് അപ്പോൾ അതിൽ അവർ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കൊടുക്കും. ആ പോസ്റ്റ് ഓഫീസ്മാനെ നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താണ് അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് പറഞ്ഞു തരികയോ അല്ലെങ്കിൽ ഇത് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് നമ്മൾ അന്വേഷിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് തരും. അപ്പോൾ ഫ്ലിപ്സോണിൽ വന്ന ഒരു പോസ്റ്റ്മാൻ്റെ ഒരു ലെറ്ററാണിത്. പോസ്റ്റ്മാനോടെ വീട്ടിൽ വെച്ച് പോയതാണ്. ഇതിൽ പറയുന്നത് ഇതാണ്: നിങ്ങളുടെ പേരിൽ ഒരു പോസ്റ്റ് ഓഫീസ് വഴി ഒരു കൊറിയർ അല്ലെങ്കിൽ ഒരു ഡെലിവറി ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഒന്നുകിൽ മണി ഓർഡർ ആയിരിക്കാം. അത് കളക്ട് ചെയ്യാൻ പോകാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ പോസ്റ്റ്മാനെ വിളിക്കുക. പോസ്റ്റ്മാനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഇതിൽ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് വർക്കിംഗ് ഡേ ടു ഐറ്റ് വിൽ അഗെയിൻ ബി ബ്രോഡ് ഫോർ പേയ്മെൻറ്റ് ഓർ ഡെലിവറി നെക്സ്റ്റ് വർക്കിംഗ് ഡേ. അടുത്ത ദിവസം കൊണ്ടുവരും. കൈൻഡ്ലി മേക്ക് യുവർ സെൽഫ് ഓർ യുവർ ഏജൻറ്റ് അവൈലബിൾ അറ്റ് ദ പ്രീമിസസ് ടു റിസീവ് ദ ഐറ്റം. If it is collected through the agent, it should be on a proper authority. If your agent failed to be available next day or your agent available has no proper authority, the article will be kept in post office. നമ്മൾ ചെന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ്മാൻ പിറ്റേ ദിവസം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പോസ്റ്റ് ഓഫീസിൽ സൂക്ഷിച്ചു വയ്ക്കും. 3/8/2025, അതായത് ഇന്ന് 28, 5 ദിവസം 6 ദിവസം കൂടി അത് സൂക്ഷിച്ച് വെച്ചേക്കും. യു ഓർ യുവർ ഏജൻറ്റ് വിസിറ്റ് ദ പോസ്റ്റ് ഓഫീസ് ബിറ്റ്വീൻ 10 to 3 PM. നിങ്ങൾക്കോ നിങ്ങൾ അയക്കുന്ന ആൾക്കാർക്കോ 10 മണി മുതൽ 3 മണി വരെ ഇത് മേടിക്കാൻ ചെല്ലാം. ഹവേഴ്സ് ടു ടേക്ക് ഡെലിവറി ഓഫ് ദ ആർട്ടിക്കിൾ പേയ്മെൻറ്റ് ഓഫ് മണി ഓർഡർ ഓൺ പ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഇറ്റ് ദ കേസ് ഓഫ് ഏജൻറ്റ് പ്രോപ്പർ അതോറിറ്റി ഓൾസോ അപ് ടു ദ ഡേറ്റ് ഓഫ് ഇൻഡിക്കേറ്റഡ് അബോവ്. ഇൻ ദ കേസ് ഓഫ് ഡെലിവറി ഓഫ് പേയ്മെൻറ്റ് ത്രൂ your agent, the department will not be responsible for any damage, loss, misdelivery or non-payment. ഡെലിവറി ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പേയ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് യാതൊരു ഉത്തരവാദിത്വം അതിനുണ്ടായിരിക്കുന്നതല്ല. ആ കൊണ്ടുവന്ന സാധനം നശിച്ചാലോ നഷ്ടമായാലോ. ഇൻ കേസ് ഓഫ് ദ ആർട്ടിക്കിൾ ഈസ് നോട്ട് കളക്റ്റഡ് ഫ്രം ദ പോസ്റ്റ് ഓഫീസ് within the period of mention above, it will be returned to the sender or remittance as unclaimed. പറഞ്ഞതായ ദിവസത്തിൻ്റെ ഉള്ളിൽ ആർട്ടിക്കിൾ നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് അത് എവിടെ നിന്നാണോ അയച്ചത് വെച്ചെങ്കിൽ അങ്ങോട്ട് തന്നെ പോകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ NB വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാ നമ്മുടെ ഐഡൻറ്റിറ്റി ആയി കാണിക്കാൻ ഐഡൻറ്റിറ്റി കാർഡോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് ഈ ലെറ്ററിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലെറ്റർ നിങ്ങളുടെ വീട്ടിലില്ലാത്ത ദിവസം പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ വീട്ടിൻ്റെ ഉമ്മരത്തിൽ ഇങ്ങനെ ഒരു ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. ഇത് പോസ്റ്റ്മാനിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ് എന്ന് മനസ്സിലാക്കുക. അവിടെ പോസ്റ്റ്മാൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ പോസ്റ്റ്മാൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്, അപ്പുറത്ത് ഓതറൈസേഷൻ ലെറ്റർ എന്നും കാണാം.